ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പേസർ കേക്കിൻ്റെ റെസിപ്പിയാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡായി കിടക്കുന്ന ഒരു വെഡ്ഡിങ് കേക്കാണിത്. ഈ ഒരു സ്പേസർ കേക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് പറയുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ എങ്ങനെ തയ്യാറാക്കും, അതുപോലെ തന്നെ ഇതെങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും, മാത്രമല്ല ഇതെങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യും, ഇതെങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യും, ഇതിനെക്കുറിച്ചിട്ട് എല്ലാത്തിനും സംശയങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഓരോ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ റിസ്ക്കി ആയിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നത് വരെ വളരെ റിസ്ക്കിയാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഫ്ലോപ്പ് ആവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് 4 കിലോനാണ്. അപ്പോൾ ഏറ്റവും മുകളിലെ ടോപ്പിലുള്ള കേക്ക് നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിൽ 6 എഗ്ഗ് വെച്ചിട്ട് 1.5 കിലോൻ്റെ കേക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ ലെയർ നമ്മൾ ചെയ്തിട്ടെടുത്തുള്ളത് 10 ഇഞ്ചിൻ്റെ 2.5 കിലോൻ്റെ ഒരു കേക്കാണ്. 10 എഗ്ഗ് വെച്ചിട്ട് 10 ഇഞ്ചിൻ്റെ മോൾഡിൽ 2.5 കിലോൻ്റെ ഒരു കേക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ഈ ഇതിൽ കാണിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. മാത്രമല്ല 2 kg ബാറ്റർ വരുന്ന നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഓരോ കേക്കും 4 ലെയേഴ്സായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ്, അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, നട്ട്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെയേഴ്സിലൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നട്ട്സും ചോക്ലേറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല ഓരോ ലെയേഴ്സിലും നമ്മൾ ബൂസ്റ്റിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ലെയേഴ്സിലായിട്ട് നമ്മൾ നട്ട്സും ചോക്ലേറ്റും അതുപോലെ തന്നെ ബൂസ്റ്റ് പൗഡറും ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ലെയേഴ്സും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ലെയേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾ ആവശ്യമുള്ളവർ പറയേണ്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 4 kg കേക്ക് എങ്ങനെ തയ്യാറാക്കി എന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാ ചെറിയൊരു കേക്കാണ്. മുകളിൽ വെച്ചിട്ടുള്ള ചെറിയ കേക്കിന് നമ്മൾ ഇതുപോലെ ബാംബു സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ കേക്കിന് നമ്മൾ സ്ട്രോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ബാംബു സ്റ്റിക്കും സ്ട്രോയും ഇറക്കി വെച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ഫ്രോസ്റ്റിംഗ് തന്നെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട് കേക്ക്. ഇനി ഈ ഒരു കേക്ക് 8 മുതൽ 12 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഈ ഒരു കേക്ക് നമ്മൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് എത്തിച്ചത്. എന്നിട്ട് കേക്കിന് യാതൊരു ഡാമേജും ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ഫ്ലോപ്പും ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂറെങ്കിലും വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലോങ്ങിൽ നമുക്ക് ഈ ഒരു കേക്ക് എത്തിക്കാൻ പറ്റിയത്, യാതൊന്നും ഡാമേജ് ഇല്ലാതെ എത്തിക്കാൻ പറ്റിയത്. വിപ്പിംഗ് ക്രീം പോലും ഒലിച്ചിറങ്ങിയിട്ടേ ഇല്ല. ജസ്റ്റ് ചെറിയൊരു തട്ടലൊക്കെ വന്നിട്ട് ബോക്സും വന്ന് ചെറിയ തട്ടൽ വന്നെന്നല്ലാതെ വിപ്പിംഗ് ക്രീം പോലും ഇത് ഒലിച്ചിറങ്ങിയിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ, അതായത് 2 kg കേക്കിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രം ബേസാണ്. 4 kg വരുന്ന ഈ ഒരു കേക്കിന് നമ്മൾ ഡ്രം ബേസാണ് യൂസ് ചെയ്യുക. സാധാ നോർമൽ ബേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചത്. പിറ്റേന്നാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2.5 കിലോൻ്റെ കേക്ക് നമ്മൾ ഹൈറ്റുള്ള നല്ല ബോക്സ് എടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ 1.5 കിലോൻ്റെ കേക്ക് സാധാ നോർമൽ പിന്നെ 1 kgൻ്റെ ബോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫ്ലവറൊന്നും ഇല്ലാത്തതുകൊണ്ടും വലിയ ഡെക്കറേഷൻസ് ഇല്ലാത്തതുകൊണ്ടും സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കാറിലാണ്. അതുപോലെ തന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഇതുപോലെയാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ കേക്കിന് യാതൊരു ഡാമേജും വരാൻ ചാൻസ് ഇല്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കേക്ക് വെക്കാൻ പറ്റും. ഈ നെക്സ്റ്റ് നമ്മൾ വീട്ടിലെത്തി അവിടെ വെച്ചിട്ടാണ് കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 10 ഇഞ്ച് കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 10 ഇഞ്ച് കേക്ക് ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കേക്ക് സ്പേസർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് വെച്ച് കൊടുക്കുന്നത്. കേക്ക് സ്പേസറിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് കേക്ക് സ്പേസർ ജസ്റ്റ് ഒരു സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ.
നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് സ്പേസർ ഇത് എവിടുന്നാ വാങ്ങാൻ കിട്ടാന്ന് വെച്ചാൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ കേക്ക് സ്പേസറും ഓരോ മോഡലിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് വെഡ്ഡിങ് കേക്ക് ആയതുകൊണ്ട് ഒരു കപ്പിളിൻ്റെ കേക്ക് സ്പേസറാണ് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ആമസോണിൽ നിന്ന് 700 സംതിങ് രൂപയാണ് ഉള്ളത്. പിന്നെ ഈ ഒരു കേക്ക് സ്പേസർ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ നിന്ന് റെൻറ്റിന് കിട്ടുന്നതാണ്. കാരണം ഇതൊരു പെർ ഡേക്ക് 200 രൂപ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് സ്പേസർ എടുത്തിട്ടുള്ളത്. അപ്പോൾ കീഴ്ശ്ശേരിയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു കേക്ക് സ്പേസർ വാങ്ങിയിട്ടുള്ളത്. ഏകദേശം നല്ല വെയിറ്റ് വരുന്ന നല്ലൊരു കേക്ക് സ്പേസറാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു ഇരുമ്പിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇത്രയും വെയിറ്റ് ഉള്ള ഈ ഒരു കേക്ക് സ്പേസർ എങ്ങനെ കേക്കിൻ്റെ മുകളിൽ നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 2.5 കിലോ വരുന്ന ആ ബേസായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വലിയ കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ട്രോ കൊടുത്തിട്ടുള്ളത്. അത് സ്ട്രോ കൊടുത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു കേക്ക് സ്പേസർ ആ ഒരു കേക്കിൻ്റെ മുകളിൽ നല്ല കംഫർട്ടായിട്ട് നിന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് എന്തായാലും ഫ്ലോപ്പ് ആയി പോകും. മാത്രമല്ല ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ നമ്മളൊരു കേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ലെയേഴ്സുള്ള കേക്കൊക്കെ ആണ്, ഹൈറ്റുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സ്ട്രോയോ ബാംബൂ സ്റ്റിക്കോ എന്തായാലും ഇൻസേർട്ട് ചെയ്യണം. കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ആയാലും ഒക്കെ ഇവിടുന്ന് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സപ്പോർട്ടോട് കൂടി കേക്ക് സ്പേസർ ജസ്റ്റ് ഒരു സപ്പോർട്ടോട് കൂടി ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല റിസ്കി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. സാധാ 2 ടയർ കേക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെ ആണെങ്കിലും ഇത് സ്റ്റാൻഡിലൊന്ന് വെക്കുക, അത് അവിടെ വരെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.